ദേവലക്ഷ്മി ഭാഗം 10. ഡാ, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക, അവൾ വന്നാൽ എന്താണ് നിന്റെ പ്ലാൻ എന്ന് ജിത്തു ചോദിച്ചു. അവളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഒരു നിഴലായി ഞാൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാകും എന്ന് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ നിന്റെ ഉള്ളിലെ സ്നേഹം അവളോട് തുറന്നു പറയില്ല എന്നാണോ പറയുന്നത് എന്ന് ജിത്തു ചോദിച്ചു. ഇല്ലടാ, അതവൾ അറിയണ്ട, ഞാൻ അവൾക്ക് ചേരില്ല എന്നും അവൻ മറുപടി പറഞ്ഞു. പിന്നെ ജിത്തു എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, 9 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, നീ പെട്ടെന്ന് പോയി ഒരുങ്ങിയിട്ട് വാ. അവൻ തൻ്റെ വാ അടപ്പിക്കാൻ ചെയ്തതാണെന്ന് ജിത്തുവിന് മനസ്സിലായി. ശരിയടാ, ഞാനിപ്പം വരാം എന്ന് പറഞ്ഞ് ജിത്തു ബാത്റൂമിലേക്ക് പോയി. അപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഡാഡ്. ഹോ, എൻ്റെ പൊന്നുമോൻ എണ്ണീറ്റോ? ഞാൻ വിചാരിച്ചു ഇന്നലത്തെ കെട്ട് ഇറങ്ങിക്കാണില്ല എന്ന്. മോനെ, ഡാഡ് വിളിച്ചത്. മോൻ ഇന്ന് മീറ്റിംഗ് കൂടി അറ്റൻഡ് ചെയ്താൽ മതി. ഒരാഴ്ചത്തേക്ക് കമ്പനി ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ ജിത്തുവുമായി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വാ. എല്ലാം ഞാൻ ജിത്തുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി എതിർത്തൊന്നും പറയാൻ നിൽക്കണ്ട, ഡാഡ് പറഞ്ഞു. ശരി ഡാഡ് എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ശേഷം ജിത്തുവുമായി മീറ്റിങ്ങിന് പോയി. ഗൗരി ചെല്ലുമ്പോൾ 2 കുട്ടാപ്പീസും അവരുടെ മുത്തശ്ശിയും മുത്തശ്ശനുമായി നല്ല കളിയിലായിരുന്നു. കളിയുടെ ഇടയ്ക്ക് അമ്മ ഇഡ്ഡലി ഞവടി വെച്ചു കൊടുക്കുന്നുമുണ്ട്. അച്ഛനെയും അമ്മയെയും കണ്ടാലേ അറിയാം അവർക്ക് ഞങ്ങൾ പോകുന്നതിൽ രണ്ടാർക്കും നല്ല വിഷമമുണ്ടെന്ന്. മക്കളെ ഞാൻ പ്രസവിച്ചതേ ഉള്ളൂ. എന്നേക്കാൾ കൂടുതൽ അവരെ നോക്കിയത് അച്ഛനും അമ്മയുമാണ്. നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് അവർ കിടക്കാറ് പോലും. അവരുടെ മൂടൊന്ന് മാറ്റാനായി ഞാൻ അങ്ങോട്ട് ചെന്നു. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അച്ഛന് ബിസിനസ് വിട്ടിട്ട് ഞങ്ങളുടെ കൂടെ വരാനും പറ്റില്ല. അമ്മ അച്ഛനെ തനിച്ചാക്കി വരികയുമില്ല. പിന്നെന്താ ചെയ്യുക? എനിക്ക് ഇവിടുന്ന് പോകുന്നത് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഡാഡിയുടെയും മമ്മിയുടെയും ആഗ്രഹം സാധിച്ചു കൊടുക്കാനല്ലേ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്. നീതുവുമില്ലേ, ശങ്കർ അങ്കിളും ഫാമിലിയുമില്ലേ. പിന്നെ നിങ്ങൾക്കിടയ്ക്ക് അങ്ങോട്ട് വന്ന് ഞങ്ങളെ കാണാമല്ലോ, അവിടെ നിൽക്കുകയും ചെയ്യാം. പിന്നെ നീതു വിളിച്ചിരുന്നു, കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്ന്, കൂടെ ചെല്ലണമെന്നും പറഞ്ഞു. അമ്മ വരുന്നുണ്ടോ? ഇല്ല മോളെ, നിങ്ങൾ പോക്കോ, കുട്ടികളെ ഞാൻ നോക്കിക്കോളാം. മോളും അച്ഛനും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്, ഞാൻ കുട്ടികൾക്ക് കൊടുത്തിട്ട് കഴിച്ചോളാം. ശേഷം ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നപ്പോഴേക്കും കുട്ടാപ്പീസുകൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിരുന്നു. ശേഷം ഒരാളെ ഞാനും ഒരാളെ അച്ഛനും എടുത്തു. എന്നിട്ട് അമ്മയെ ഫുഡ് കഴിക്കാൻ വിട്ടു. പിന്നീട് ഞാൻ 2 ആളെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിയിച്ചു ഒരുക്കി. അപ്പോഴേക്കും അമ്മ ഫുഡ് കഴിച്ചിട്ട് വന്നിരുന്നു. ശേഷം കുട്ടികളെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോഴേക്കും നീതുവും വന്നിരുന്നു. അവളും കുട്ടികളുമായി നല്ല വഴക്ക് നടക്കുമ്പോഴാണ് ഞാൻ ഇറങ്ങി വരുന്നത്. മറ്റൊന്നുമല്ല, കുട്ടികൾ അവളെ നീറ്റു എന്നാണ് വിളിക്കുന്നത്. അവൾ അവരെ കൊണ്ട് നീതു എന്ന് വിളിപ്പിക്കുന്നതിനുള്ള ബഹളമാണ് അവിടെ നടക്കുന്നത്. ഞാൻ ഒരു ചിരിയോടെ ചെന്ന് നീതുവിൻ്റെ ചെവിക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡി, കുട്ടികൾക്ക് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അവർ ഇത്രയൊക്കെ വിളിക്കുന്നില്ലേ, അത് മതി. മതിയെങ്കിൽ മതി എന്ന് പറഞ്ഞ് അവൾ മോനെയും ഞാൻ മോളെയും എടുത്തുകൊണ്ട് താഴേക്കിറങ്ങി. ഡി, നിനക്ക് കുട്ടികൾ ഉള്ള കാര്യം ശങ്കറങ്കിളിനും ഫാമിലിക്കും അറിയില്ലല്ലോ. ഇല്ലടി, അങ്കിളിൻ്റെ പുറകെ എപ്പോഴും ഗിരിയേട്ടൻ്റെ ആളുകളുണ്ട്. അതുകൊണ്ട് അങ്കിൾ എന്നെ വന്ന് കണ്ടാൽ ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഈ 3 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യും. എൻ്റെ ഭാഗ്യം കൊണ്ടെന്തോ ആ സമയം 2 ആളും ഉറക്കമായിരിക്കും. പിന്നെ വിളിക്കുന്നത് അച്ഛൻ്റെ ഫോണിലാണ്. കാരണം അച്ഛൻ സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരുന്നു. പിന്നെ അച്ഛൻ്റെ സഹായത്തോടെ ഞാൻ ഡാഡിയുടെ കമ്പനിയുടെ നടത്തിപ്പ് അവകാശം ശങ്കർ അങ്കിളിന് കൊടുത്തിരുന്നു. മുത്തശ്ശൻ അവിടെ ആയതുകൊണ്ട് മാസാമാസം ഒരു നിശ്ചിത തുക അവർക്ക് നൽകാനും ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഗിരിയേട്ടൻ്റെ ആളുകൾ ശങ്കർ അങ്കിളിൻ്റെ പുറകെ നടക്കുന്നത്.
കൂടാതെ അച്ഛൻ്റെ ചില വർക്കുകൾ ശങ്കറങ്കിൾ മുഖേന ഡാഡിയുടെ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ കോണ്ടാക്റ്റ് വന്നാലും ഗിരിയേട്ടൻ സംശയിക്കില്ല, ബിസിനസ് കാര്യം ആണെന്നേ കരുതൂ. അല്ലടി, നീ നിന്റെ ദേവേട്ടനെ വിളിക്കാറില്ലേ എന്ന് നീതു ചോദിച്ചു. ഞാൻ മുത്തശ്ശൻ്റെ അടുത്തുള്ള സമയത്ത് ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ ആ ശബ്ദം കേട്ടിട്ടില്ല. അപ്പോഴേക്കും ഷോപ്പിംഗ് കോംപ്ലക്സ് എത്തിയിരുന്നു. വാ, ആദ്യം കുട്ടികൾക്കുള്ളതെടുക്കാം, ശേഷം നമുക്കും എടുക്കാം എന്ന് നീതു പറഞ്ഞു. അതിന് ഗൗരി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. കാരണം നീതുവിനോട് കുട്ടികൾക്കൊന്നും എടുക്കണ്ട, അവർക്ക് ഒരുപാട് ഡ്രസ്സുണ്ട് എന്ന് പറഞ്ഞാലും അവൾ അതൊന്നും കേൾക്കില്ല. അതുകൊണ്ട് അവളോട് തർക്കിച്ചിട്ട് കാര്യവുമില്ല. ഈ സമയം അവനും ജിത്തുവും മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ജിത്തുവിൻ്റെ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാ, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? നമുക്ക് എങ്ങോട്ടാ ടൂർ പോകേണ്ടത്? സിംഗപ്പൂർക്കോ അതോ മലേഷ്യക്കോ എന്നൊക്കെ ജിത്തു ഓരോന്ന് ചോദിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവൻ വലിയ ചിന്തയിലാണ്. ഡാ, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, വല്ലതും കേട്ടോ? എന്നൊരു മൂളൽ മാത്രമായിരുന്നു മറുപടി. അപ്പോൾ സിംഗപ്പൂർക്കാണോ മലേഷ്യക്കാണോ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്? ജിത്തു ചോദിച്ചു. നമ്മൾ ഇവിടെ രണ്ടിടത്തും പോകുന്നില്ല, കേരളത്തിലേക്ക്, എറണാകുളത്തേക്ക് എന്ന് അവൻ മറുപടി പറഞ്ഞു. ഇത് കേട്ട് ജിത്തു ഒന്ന് ഞെട്ടി അവനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, ഡാ, എന്താ നിന്റെ പ്ലാൻ? നീ അവളെ കണ്ടുപിടിച്ചിട്ട് അവളെ കെട്ടാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? ജിത്തുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് അവൻ്റെ പൂച്ചക്കണ്ണുകൾ രക്തവർണമായി. ശേഷം ജിത്തു എന്ന് ദേഷ്യത്തിൽ വിളിച്ചു. അവൻ്റെ ആ ദേഷ്യം കണ്ടു ജിത്തു മനസ്സിൽ പറഞ്ഞു, ചെകുത്താൻ. കാരണം അവന് അത്ര ദേഷ്യം വന്നാൽ മാത്രമേ അവനെ ഈ രീതിയിൽ കാണാൻ കഴിയൂ. ജിത്തു ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ്റെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് വണ്ടിയുടെ സ്പീഡിൽ നിന്നും ജിത്തുവിന് മനസ്സിലായി. തമാശയ്ക്കാണെങ്കിൽ പോലും അവനോട് അങ്ങനെയൊന്നും ചോദിക്കരുതായിരുന്നു. അവന് ലച്ചുവിൻ്റെ സ്ഥാനത്ത് ആരെയും കാണാൻ കഴിയില്ല എന്ന് എന്നേക്കാൾ കൂടുതൽ ആർക്കാ അറിയുക എന്നൊക്കെ ആലോചിച്ച് അവൻ്റെ ദേഷ്യം തീരുന്നതുവരെ പിന്നെ ജിത്തു അവനോടൊന്നും സംസാരിക്കാൻ പോയില്ല. ഫ്ലാറ്റിൽ എത്തിയതും അവൻ മുറിയിൽ കയറി വാതിലടച്ചു. ഇനി നടക്കാൻ പോകുന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ ജിത്തു സോഫയിലേക്കിരുന്നു. അപ്പോഴേക്കും മുറിയിൽ നിന്നും എന്തൊക്കെയോ ഉടയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിവിടെ സ്ഥിരം ഉള്ളതുകൊണ്ട് ജിത്തുവിന് വലിയ ഭാവഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. റൂമിൽ നിന്നുള്ള ശബ്ദം നിന്നപ്പോഴേക്കും ജിത്തു പതിയെ റൂമിലേക്ക് കയറി. സബാഷ്, റൂമിൽ ഇനി പൊട്ടാനായി ഒന്നുമില്ല. ജിത്തു പതിയെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഡാ, സോറിടാ, ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞതല്ലേ. ഇത് കേട്ട് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണ് കണ്ടാൽ അറിയാം ദേഷ്യം മൊത്തത്തിൽ അങ്ങോട്ട് മാറിയിട്ടില്ലെന്ന്. ശേഷം അവൻ ചോദിച്ചു, ഡ്രിങ്ക്സ് ഉണ്ടോ ഒന്നെടുക്കാൻ? ഇത് കേട്ട് ജിത്തു അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഡാ, ഞാൻ നിന്നോട് 2 കാര്യം പറയട്ടെ എന്ന് ജിത്തു ചോദിച്ചു. എന്തെന്നർത്ഥത്തിൽ അവൻ ജിത്തുവിനെ നോക്കി. ഒന്നാമത്തേത്, നീ ഇന്നലെ പാമ്പായിട്ട് ഇവിടെ കിടന്നുകൊണ്ട് വീട്ടിൽ പോയിട്ടില്ല. അതുകൊണ്ട് ആൻറ്റി നിന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാകും. ഇത് കേട്ട് അവൻ ചോദിച്ചു, ഇനി രണ്ടാമത്തേത് എന്താണ്? ഇത് കേട്ടതും ജിത്തു പറഞ്ഞു, ഡാ പരമദ്രോഹി, നീ മുന്നോട്ട് നോക്കടാ. ഒരു ബോട്ടിൽ വേണം പോലും, എല്ലാം എറിഞ്ഞു പൊട്ടിച്ചിട്ട് അവന് ട്രിക്സ് വേണം പോലും. ഇത് കേട്ടതും അവൻ ജിത്തുവിനെ നോക്കി ഒന്ന് ഇളിച്ച് കാണിച്ചിട്ടു. ഡാ ജിത്തു, നീ തമാശയ്ക്ക് പോകലും അങ്ങനെയൊന്നും പറയരുത്. ഒരിക്കലും ലച്ചുവിൻ്റെ സ്ഥാനത്ത് ഒരു പെണ്ണിനെയും കാണാൻ എനിക്ക് കഴിയില്ല. അവിടെയെന്നും അവൾ മാത്രമേ ഉണ്ടാകൂ. പിന്നെന്തിനാടാ നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്ന് ജിത്തു ചോദിച്ചു. അവളോട് മാപ്പ് പറഞ്ഞാൽ തീരാത്ത തെറ്റല്ല ഞാൻ ചെയ്തതെന്നറിയാം. എന്നാലും അവളെ കണ്ടുപിടിക്കണം, അവളോട് മാപ്പ് പറയണം. ഞാൻ സ്വബോധത്തോടെ അല്ലല്ലോ അങ്ങനെ ചെയ്തത്. അവൾക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ ചെയ്യണം. ഇപ്പോൾ അതുമാത്രമേ എനിക്ക് അവൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ.
പക്ഷേ 3 വർഷത്തിനു മുമ്പ് നടന്നതല്ലേടാ. നമ്മൾ എങ്ങനെയാ അവളെ കണ്ടുപിടിക്കുക? നിനക്ക് ഓർമ്മയില്ലേ, നമ്മൾ അന്ന് ഹോട്ടൽ മുറിയിലെ നമ്മുടെ റൂമിന് പുറത്തുള്ള CCTVയിൽ നിന്നും നമ്മുടെ റൂമിലേക്ക് കയറുന്ന ഒരു പെൺകുട്ടിയുടെ വിഷ്വൽസ് എടുത്തത്? അതിൽ അവളുടെ അടുത്തുകൂടെ പോകുന്ന ഒരു വെയിറ്ററുടെ ഫോട്ടോയും പതിഞ്ഞിട്ടുണ്ട്. ആ ക്ലിപ്പ് ഇപ്പോഴും എൻ്റെ ഫോണിൽ ഭദ്രമായിട്ടുണ്ട്. ഞാൻ ആ വെയിറ്ററെ പറ്റി അന്വേഷിച്ചു. അയാൾ ഇപ്പോഴും ആ ഹോട്ടലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചെന്ന് നോക്കാം. അയാളിൽ നിന്നും എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. തുടരും. അപ്പോൾ എന്നും പറയുന്ന പോലെ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ.